ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഒപ്പീനിയൻ. എൻ്റെ ഹെയർ കട്ടിലേക്ക് ആരും നോക്കിയിട്ട് ഇനി കമൻറ്റുകളുണ്ട്. രാവിലെ ഞാനിട്ട വീഡിയോയിനടിയിൽ കമൻറ്റ് ബോക്സ് മൊത്തം എൻ്റെ ഹെയർ കട്ടിനെ കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എന്നാലും എനിക്ക് ഈ കാർഡൻ ലുക്കിലേക്ക് പോകുന്നതാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു പോക്ക് പോയേക്കാം. എന്നാലും ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനി മുതൽ ശ്രമിക്കാം. ഓക്കെ, സോ എപ്പിസോഡ് നമ്പർ 51 ബിഗ് ബോസ് സീസൺ 7. തുടക്കം തന്നെ ബിന്നി വക ഒരു കുത്തിത്തിരിപ്പ്. അഭിലാഷ് ഇരിക്കുമ്പോൾ നൈസായിട്ട് ജനങ്ങളും കൂടി ഒന്ന് ഒപ്പം തിരിഞ്ഞു എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, എഗെയിൻ ഈ സീസണിൻ്റെ ഒരു തുടക്കം മുതൽ എവിടേക്കോ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇല്ലാതായി വീണ്ടും കളം പിടിക്കുന്ന ഗിസേൽ ആൻഡ് ആര്യൻ റിലേഷൻഷിപ്പ്. എത്ര കണ്ണിങ് ആയിട്ടാണ് ബിന്നി ആ സാധനം അഭിലാഷിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ആക്ച്വലി പുറത്തുനിന്ന് ഈ ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഷിയാസ് വന്നപ്പോഴും ശോഭ വന്നപ്പോഴും റിയാസ് വന്നപ്പോഴൊക്കെ ഇവരുടെ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ആര്യന് കുറച്ച് കാര്യങ്ങൾ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആര്യൻ ടോയ്ലറ്റിൻ്റെ ആ ഒരു സൈഡിൽ പോയിട്ട് ഗിസേലിനോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ വയസ്സിന് മൂത്തത്, അങ്ങനെ ഇങ്ങനെ റിലേഷൻ, അങ്ങനെ പല സാധനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. സി, ഇപ്പോൾ ഈ ബിന്നി പറഞ്ഞൊരു ആസ്പെക്റ്റ്, ഓക്കെ, പുറത്ത് നിന്ന് വന്ന ആളുകളിൽ നിന്ന് ഓൾറെഡി ആര്യനും ഗിസേലിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയത് മുതലെടുത്തുകൊണ്ട് അവരിനി കൂടുതൽ, ഓക്കെ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവരുടെ വീട്ടുകാരുടെ മുന്നിൽ ഇതൊരു കോണ്ടൻ്റ് ആക്കിയിട്ട് വീട്ടുകാരെ മൊത്തം ഇവരുടെ എതിരെ തിരിപ്പിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അവർക്ക് അവിടെ എന്ത് ചെയ്യാം, അത് ആക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ആ രീതിയിൽ വേണമെങ്കിൽ അത് ചെയ്യാം, അത് ബാക്കിയുള്ളവരെ കാണിപ്പിക്കാം, അത് ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ എന്താ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ പിന്നെ അത് വീക്കെൻഡിൽ ചർച്ചയാവാം. അങ്ങനെ പല രീതിയിൽ ഈ സാധനം കണ്ടൻ്റാക്കി കൊണ്ടുപോകുക എന്നുള്ളത് അറിയുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ആര്യനും ഗിസേലും. അതാണെങ്കിലും ബിന്നിയുടെ തിരിപ്പ് വളരെ നന്നായിട്ട് അത് അഭിലാഷിന് കിട്ടിയിട്ടുണ്ട്. അത് ആ വീട് മൊത്തം ഇനി ഈ തിരിപ്പ് ഓടി നടക്കുന്നുള്ളത് ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുമുണ്ട്. ഓക്കെ, ആൻഡ് ഇതിനു മുമ്പും ബിഗ് ബോസിൻ്റെ പല സീസണുകളിലായിട്ട് ഇതേപോലെ ലവ് ആണോ അല്ല, ആ സിറ്റുവേഷനിൽ വരുന്നൊരു കോംബോ ആണോ ആയിരിക്കാം, എന്നാൽ ഇനി ഇവർ ശരിക്കും ലവ് ആണോ, ചിലപ്പോൾ ഇനി ആവാനും സാധ്യതയുണ്ട്. അതോ ഇനി ഇവർ ജസ്റ്റ് ഫ്രണ്ട്സ് ആണോ, ചിലപ്പോൾ ആവും, ചിലപ്പോൾ അഭിനയമാവും. ഇങ്ങനെയൊക്കെ സംശയം തോന്നാവുന്ന രീതിയിൽ ഈ സാധനത്തിനെ ഏത് ഗ്രാവിറ്റിയിൽ വേണമെങ്കിലും നമുക്കും കൊണ്ടുപോകാം, വീട്ടിലകത്തിരിക്കുന്നവർക്കും കൊണ്ടുപോകാം. അതാണ് ഈ ഒരു കോംബോയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ചർച്ചകൾ വരും ദിവസങ്ങളിൽ മുറുകിയ കളം പിടിക്കുന്നുള്ളത് എന്താണെങ്കിലും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ബിന്നി അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഫ്രെയിം കാണിക്കുന്നത് നെവിൻ്റെ റിവഞ്ചാണ്, നെവിൻ്റെ പ്രതീകാത്മകമായിട്ട് ചായക്കപ്പിൽ കത്തി വരയ്ക്കുന്ന നെവിൻ. എന്നിട്ട് ഒറ്റ ഡയലോഗ് അനീഷിനോട്, നിൻ്റെ ഷാനവാസിൻ്റെ നാക്ക് നീ ഇത് വിട്ടില്ലടാന്ന് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ വിടാൻ കണ്ടിട്ടില്ല നെവിൻ. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ മുന്നിൽ ഇവൻ എത്ര അഭിനയിച്ചാലും ഈവൻ ഈ സ്കീം വിടില്ല. നെവിൻ അത് വിടാൻ കണ്ടിട്ടില്ല. നെവിൻ അത് എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ അത് പറഞ്ഞുകൊണ്ട് കിടക്കും. നെവിൻ ഇപ്പോൾ അതൊരു കണ്ടൻ്റാണ്. ഓക്കെ, നെവിൻ അത് മാക്സിമം ഇനി ആ ഒരു വിഷമം കാണിച്ചും അല്ലെങ്കിൽ ഇതേപോലെ പല സാഹചര്യങ്ങളിലും ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്തു ഷാനവാസിനെ അടുത്ത് നിൽക്കുന്നവരോട് പോയി പറഞ്ഞിട്ടൊക്കെ ഈ സാധനം അടിക്കും എന്നുള്ള കാര്യം ഈ ഒരു കോൺവെർസേഷനിൽ അത് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ അവിടെ ഒരു സിനിമ ട്രെയിലർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമ ട്രെയിലർ കാണിച്ചതിലേക്ക് ഞാൻ വരാം. നമ്മൾ അർജുനും ബാക്കി ടീമൊക്കെ വന്നതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് നോമിനേഷൻസ് നമ്മൾ വിട്ടുപോകാൻ പാടില്ലല്ലോ. നോമിനേഷൻസ് ആണ് പിന്നെ പ്രധാനമായിട്ട് ഇന്നത്തെ മെയിൻ കോണ്ടൻറ്റ്. നോമിനേഷൻ്റെ ഐറ്റം തന്നെ അതിൽ തന്നെ നൂറ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയാണ്. ഓക്കെ, അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത്. ആൻഡ് അനീഷിന് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം കൊടുത്ത പവർ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഓപ്പൺ നോമിനേഷനാണ് ബിഗ് ബോസ് വേണ്ടത്. കാരണം അയാൾ പവർ ഇല്ലാത്തപ്പോഴും അയാൾ ടി വിൻ്റെ മുന്നിൽ പോയിട്ടൊരു ഓപ്പൺ നോമിനേഷൻ ജനങ്ങൾക്ക് ഇട്ട് കൊടുത്ത ഒരാളാണ്. സോ ഓബ്വിയസ്ലി
അയാൾ ചെയ്യാതിരിക്കുന്ന ഒരാളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓപ്പൺ നോമിനേഷൻ കുറച്ച് പേര് ചെയ്തു. കഴിഞ്ഞ വട്ടം ഓപ്പൺ നോമിനേഷൻ ചെയ്തവർ ഇപ്രാവശ്യം കൺഫെഷൻ റൂമിൽ പോയി. കൺഫെഷൻ റൂമിൽ പോയവർ ഇപ്രാവശ്യം ഇവിടെ ഓപ്പൺ നോമിനേഷൻ ചെയ്തു. ഓക്കെ, അതിൽ തന്നെ പലരും പലപ്പോഴായിട്ട് പറഞ്ഞ നോമിനേഷനിലുള്ള ആളുകളുടെ പേരൊക്കെ ഗെയിമിനുപരി ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവരെയായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂവിൻ്റെ മുകളിൽ ഒക്കെ പറഞ്ഞു പോയ പല പേരുകളും ഇതിൽ വളരെ പ്രകടമാണ്. നമുക്ക് വളരെ പ്രകടമാണ്. പിന്നെ ഇവരാരും അങ്ങനെ തിങ്ക് ചെയ്തിട്ടൊന്നുമല്ല നോമിനേഷൻ്റെ ആളുകൾ എടുക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പം ഇത് എഗെയിൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അരോചകമാണെങ്കിലും ഞങ്ങളുടെ സീസണിൽ ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റൂ, നമ്മൾ വോട്ട് ബാങ്ക് ശരിക്ക് നോക്കാറുണ്ട്. നമുക്കൊരു പെർസ്പെക്റ്റീവ് കാണുമല്ലോ, ഇന്ന വ്യക്തിക്ക് ഇത്ര വോട്ട് ബാങ്ക് കാണും, ഇത്ര ഫാൻസ് കാണുമായിരിക്കും, ഇത്ര വോട്ട് ബാങ്കുള്ള ഒരാളെ നമ്മൾ ഇട്ടിട്ട് പിന്നെ കാര്യമില്ല ഇതിനകത്ത്, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ അയാൾ ഇടണം, അയാൾക്ക് ഫേവറേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ഇടണം, എന്നിട്ട് അത് സ്പ്ലിറ്റ് ആയിരിക്കണം വോട്ട് ബാങ്ക്. ആ രീതിയിലൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അവരങ്ങനത്തെ ചിന്തകളിലേക്കൊന്നും പോവാതെ അവർ വരുന്നു, ഡയറക്റ്റായിട്ട് അവരെന്ത് ചെയ്യുന്നു, കുറച്ച് പേരെ പിടിച്ചിടുന്നു, നോമിനേറ്റ് ചെയ്യുന്നു. അതുതന്നെ ഇന്നത്തെ നോമിനേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഈ അഭിലാഷ് ഭയങ്കര നന്മപരം പോസിറ്റീവ് സാധനത്തിലൂടെ പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1-2-3 ആഴ്ചയൊക്കെ ഇങ്ങനെ അഭിലാഷിനെ എല്ലാവരും നന്മപരം പോസിറ്റീവ് ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്, പല പ്രശ്നങ്ങളും തീർക്കാൻ നടക്കുന്ന അഭിലാഷ് അവരുടെ ഏറ്റവും വലിയ ജെൻറ്റിൽമാൻ ആണെന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഈ ദിവസങ്ങൾ മുന്നോട്ട് പോയി, ആഴ്ചകൾ മുന്നോട്ട് പോകുമ്പോൾ സേഫ് ഗെയിം കളിക്കുന്ന, വളരെയധികം സേഫായിട്ട് ഷുഗർ കോട്ട് ചെയ്ത ആളുകളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം അഭിലാഷിനെ കണ്ട് സൈഡ് ലൈൻ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, പല സ്ഥലങ്ങളിലായിട്ട് അഭിലാഷിൻ്റെ പേര് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പലരും ഞാൻ പറഞ്ഞ പോലെ, അതായത് അവർക്ക് പേഴ്സണൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഗെയിം ആസ്പെക്റ്റിൽ വളരെ കുറച്ച് ആളുകളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നോമിനേഷൻസിൽ ആളുകളെ നോമിനേറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളത്. പിന്നെ അവിടെ ഗെയിമൊന്നും പ്രത്യേകിച്ച് നടക്കുന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ നോമിനേഷൻസിൽ ഇനിയിപ്പോൾ പേഴ്സണലി പറഞ്ഞാൽ അത് മതി എന്നുള്ള രീതിക്കായിരിക്കണം അതങ്ങനെ പലരും വെച്ചിട്ട് പോയത്. അതും തന്നെ അക്ബർ, ആര്യൻ, ജിസേൽ, സാബുമാൻ, ആദില, ലക്ഷ്മി, ബിന്നി, അനീഷ്, ജിഷിൻ, ഷാനവാസ്, ഇത്ര പേരാണ് നോമിനേഷനിലേക്ക് ഇപ്രാവശ്യം പോയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, അനീഷ് ഹാവ് എ വെരി 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 സ്ട്രോങ് വോട്ട് ബേസ്. അനീഷിന് നല്ല സ്ട്രോങ് വോട്ട് ബേസ് ഉണ്ട്. അനീഷും ഷാനവാസും കൂടിയും അതിൽ വന്നതോട് കൂടിയിട്ട് വോട്ട് സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. മറ്റേത് അനീഷ് അവിടെ ഉണ്ട്, ഷാനവാസ് പുറത്താണെങ്കിൽ ഷാനവാസിൻ്റെ വോട്ട് അനീഷിലേക്കും മറിയാം, നേരെ തിരിച്ചാണെങ്കിൽ അത് അങ്ങോട്ടും മറിയാം. ഓക്കെ, പക്ഷേ ഇവിടെ ഷാനവാസും അനീഷും ഉണ്ട്, ടൈറ്റ് സാധനമാണ്. അപ്പോൾ അനീഷ് അവിടെ ഉണ്ട്, വോട്ട് ബാങ്ക് ഭയങ്കര ഫുള്ളാണ്. ഷാനവാസ് നല്ല വോട്ട് ബാങ്കാണ്, സ്ട്രോങ് വോട്ട് ബാങ്കാണ്, അതും ഫുള്ളാണ്. ഓക്കെ, അതിന് മറയാൻ ചാൻസ് ഇല്ല. സ്വയം അത് രണ്ടുപേർക്കും പോകുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ ഉള്ളത് അതിനകത്ത് ഒരു സ്ട്രോങ് വോട്ട് ബാങ്കുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആദില. വൈ? ബിക്കോസ് ആദിലയ്ക്ക് ഭയങ്കര ഹെയ്റ്റ് ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് അനീഷിനോടൊക്കെ പോയി കാണിക്കുന്ന പരിപാടിയൊക്കെ ആദിലയ്ക്ക് ലോകവള്ളിയാണ്, മനസ്സിലായോ? ലോകവള്ളി എന്ന് പറഞ്ഞാൽ അതിനെ മനഃപൂർവ്വം നെഗ്ഗായി ഞാൻ പുറത്ത് പോകണം എന്നുള്ള രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി, മനസ്സിലായോ? അതിന് നൂറയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക നെഗറ്റീവ് അങ്ങോട്ട് ആവാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചാണെന്ന് പറയാൻ പാടില്ല. ഇതാണെങ്കിലും ആദിലയ്ക്ക് പക്ഷേ വോട്ട് ബാങ്ക് ഉണ്ട്. അത് നൂറയുടെ വോട്ടുകൾ എന്താണെങ്കിലും ആദിലയ്ക്ക് മറയാൻ അതിഭീകരമായ ചാൻസ് ഉണ്ട്. അനുമോള വോട്ട് ബാങ്ക് എന്താണെങ്കിലും ആദിലയ്ക്ക് മറയില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദില ഈ പറഞ്ഞ പോലെ വിത്ത് നൂറ, പിന്നെ ആദില നൂറ സാധനം വെച്ചിട്ട് തന്നെ ഈവൻ ഇഫ് ഒരു ഹെയ്റ്റ് ഉണ്ടെങ്കിലും ആൾ സ്ട്രോങ് ആയിട്ട് അവിടെ വോട്ട് ബാങ്കുള്ള ഒരാളായിട്ട് പ്രസൻസ് അവിടെ അറിയിച്ചിരിക്കും. ഗിസേൽ ഓബിയസ്ലി, ഗിസേലിലും പറഞ്ഞ മാതിരി വോട്ട് ബാങ്ക് അവരത് സ്ട്രോങ് ആണ്. അത് ആര്യനിലേക്ക് പോകാനുള്ള ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആര്യനും നോമിനേഷൻസ് വന്നതുകൊണ്ട് ആര്യൻ്റെയും ഗിസേലിൻ്റെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല. അപ്പോൾ അവർക്ക് ഉള്ളത് രണ്ടുപേർക്കും അങ്ങനെ കിട്ടിപ്പോകാനുള്ള ചാൻസേ ഉള്ളൂ. പിന്നെ അത് അക്ബറിന് വോട്ടേ ഉള്ളൂ, വേറെ വോട്ടുകളൊന്നും വരാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. അഭിലാഷിൻ്റേതായിട്ടുള്ള വോട്ടുകളേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ ഡേഞ്ചർ സോണിൽ ഈ ആഴ്ച നിൽക്കുന്ന ആളുകളിൽ ഒരാൾ കൂടിയാണ് അഭിലാഷ് ഫോമി. ഓക്കെ, അഭിലാഷ് ഡേഞ്ചർ സോണിലാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാബുമാൻ എന്തേ ഡേഞ്ചർ സോണിൽ വരില്ല എന്നുള്ളത്.
കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സാബുമാൻ രക്ഷപ്പെട്ടപ്പോൾ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാബുമോൻ രക്ഷപ്പെട്ടത് സാബുമോൻ്റെ കണ്ടൻറ്റുകൾ പുറത്തു പോയി ആ ഒരു സഹതാപം കൊണ്ട് മാത്രം ഒന്നും ഒരിക്കലും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. മനസ്സിലായില്ലേ? സാബുമാനെ രക്ഷപ്പെടുത്താൻ കാരണം ബാക്കി ഹെവി ഹെഡഡ് ആയിട്ടുള്ള PR ടീമുകൾ സ്ട്രോങ് കണ്ടസ്റ്റൻസ് പലതും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വീക്കായിട്ടുള്ള സാബുമാൻ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ സാബുമാനെ കുത്തിയതാണ്. അത്രേ ഉള്ളൂ. അത് സിമ്പിൾ. അത് പുറത്തെ ബിഗ് ബോസ്. അതാണ് എനിക്ക് പറയുന്നത്. അത് പുറത്തെ ബിഗ് ബോസ്. അപ്പം അത് നോക്കുമ്പോൾ അനുമോൾ ഇതിലില്ല. അനുമോൾക്കൊരു സ്ട്രോങ് PR ബേസ് ഉണ്ട്, സ്ട്രോങ് വോട്ട് ബാങ്ക് ഉണ്ട്. മനസ്സിലായ? അപ്പോൾ അവർ ഈ ലാസ്റ്റ് കിടക്കുന്ന അനുമോൾ ടീം സാബുമാനിട്ട് കുത്തിയാൽ മുകളിൽ സ്ട്രോങ് ആയിട്ട്, അതായത് അതുക്കും മുകളിൽ സാബുമാനേക്കാൾ മെച്ചത്തിൽ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന എന്നാൽ വോട്ട് ബാങ്ക് കുറവുള്ള PR കുറവുള്ള കണ്ടസ്റ്റൻസ് എന്ത് ചെയ്യും? താഴെ ചാടും. അത് ചിലപ്പോൾ ബിന്നി ആവാം, അഭിലാഷ് ആവാം, മനസ്സിലായി, ഇവരാവാം. ലക്ഷ്മി അതിലേക്ക് വരുമോ ചാൻസ് എനിക്ക് കുറവാണ്. കാരണം റിയാസ് വന്നൊരു എപ്പിസോഡ് കാരണം ലക്ഷ്മിക്ക് ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് വോട്ട് ബാങ്ക് കയറിയിട്ടുണ്ട്. അനുമോളുടെ വോട്ടിൽ നിന്നും ലക്ഷ്മിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അനുമോളുടെ വോട്ടിൽ നിന്നും ലക്ഷ്മിക്ക് പോകാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിക്ക് ഒരു സെർട്ടൻ എമൗണ്ട് എന്താണെങ്കിലും ലക്ഷ്മിക്ക് ഉണ്ട്. അപ്പോൾ ഒരു ലാസ്റ്റ് നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേ ബി സാബുമാൻ, അഭിലാഷ്, പിന്നെ ബിന്നി ലക്ഷ്മി, അല്ലെങ്കിൽ ലക്ഷ്മി ബിന്നി, ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ കയറി പോവുക. മനസ്സിലായോ? അങ്ങനെ ചാൻസ് ഉള്ളൂ. പിന്നെ ഇതിനെല്ലാം ആര്യനും കൂടി വരാം. ഇതാണ് ഇതിൻ്റെ ഒരു വോട്ടിൻ്റെ സ്ട്രക്ചർ ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ജിഷിനാണ്. ജിഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഹെവി ഹെഡ് PR ഒന്നും ഉണ്ട് എന്നുള്ളത്. ജിഷിൻ്റെ വൈഫ് ഒന്നിങ്ങനെ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഒരു ഹെവി ഹെഡ് PR ഉണ്ട് തോന്നുന്നില്ല. എഗെയിൻ ഇതിലേക്ക് വേണമെങ്കിൽ ജിഷിനും വരാം. ഓക്കെ, വേണമെങ്കിൽ ജിഷിനും വരാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ സാബുമാൻ, അഭിലാഷ്, ജിഷിൻ, ബിന്നി ഓർ ലക്ഷ്മി ഓർ ആര്യൻ, ഇതായിരിക്കണം ഈ ടോപ്പ്, ഈ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതിൽ ആ ഒരു ടോപ്പ് ടു ബോട്ടം ഉള്ളത്. പറ്റ മൂളിക്ക് നോക്കിയാൽ അനീഷ്, ആദില, ഗിസേൽ, അക്ബർ, ഷാനവാസ് അവിടെ സോളിഡായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്രാവശ്യം കളിക്കാൻ പോണത് ആരാ? അനുമോൾ. ഏറ്റവും കൂടുതൽ സ്ട്രോങ് വോട്ട് ബാങ്കുള്ള അനുമോൾ തന്നെയായിരിക്കും ഇവിടുത്തെ ഇപ്രാവശ്യത്തെ സംഗതികൾ തീരുമാനിക്കുന്നത്. അനുമോളുടെ വോട്ട് ബാങ്ക് ആവാൻ ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. റെലവൻ്റ് ഒന്നുമല്ല. പിന്നെ ഈ ഒരു സോഴ്സിൻ്റെ ഒതൻറ്റിസിറ്റി എത്ര ഉണ്ടെന്നും ഇനി അറിയാൻ പാടില്ല. എന്താണെങ്കിലും പ്ലാറ്റി ആർമി എന്ന് പറഞ്ഞിട്ട് ഏതൊരു ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു വോയിസ് ഒക്കെ എനിക്ക് കുറച്ച് പേര് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ ആസ്പെക്ട്സ് കത്താൻ വേണ്ടി മാത്രം ഞാൻ വെക്കുന്ന ഒരു ഐറ്റമാണ്. അൺഒഫീഷ്യൽ പോൾസ് നോക്കുക, എന്നിട്ട് അതിലേറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് ആരാണോ പിന്നെ അവർക്ക് കൊടുക്കുക. ഒരു ദിവസം ഒരാൾക്ക് മറ്റേ ദിവസം വേറൊരാൾക്ക് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം. ആര്യൻ ഏറ്റവും ലാസ്റ്റ് വരണം, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ സ്ട്രോങ് ആയിരിക്കുന്നവർക്ക് കൊടുത്തിട്ട് നമ്മൾക്ക് എന്താ ഗുണം? അനുമോള് എവിക്ഷൻ ഇല്ലെങ്കിൽ അനുമോൾക്ക് എന്താണോ അനുമോളുടെ വഴിയിൽ ആരൊക്കെയാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അവരൊക്കെ പോകണം. അതല്ലേ ഗെയിം. അല്ലാതെ സ്ട്രോങ് ആയിരിക്കുന്നവർക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആർക്കും കൊടുക്കാതിരിക്കുക. ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വോയിസ് ഉണ്ട്. ഇതാരുടെ വോയിസ് ഒന്നും എനിക്ക് കൊടുത്തൊന്നുമില്ല, എനിക്ക് കുറേ പേര് സെൻഡ് ചെയ്ത് തന്നിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് വെച്ചതാണ്. മേ ബി ഇങ്ങനത്തെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PR ഗെയിമുകൾ അല്ലെങ്കിൽ ആർമി ഗെയിമുകൾ ഇങ്ങനെ ആയിരിക്കും. മനസ്സിലായില്ല? ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാബുമാൻ അങ്ങനെ രക്ഷപ്പെട്ടു പോവും. 1-2 ആഴ്ച പോവും സാബുമാൻ. പ്രത്യേകിച്ച് ആ വീട്ടിനകത്തൊന്നും ചെയ്യൊന്നും വേണ്ട. ഗോട്ട് മൈ പോയിന്റ്. സാബുമോന് വേണ്ടി എഡിറ്റ് ചെയ്യാനും സാബുമോന് സാധനങ്ങൾ ഇറക്കാനും ഇപ്പോൾ കുറേ ആളുകളുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ടൊന്നും വോട്ടാവില്ല. ആ ഒരു ഹോട്ടൽ ടാസ്കിൽ അങ്ങനെ നിന്നതുകൊണ്ടും അതിങ്ങനെ ഒരു മാസീവ് 2 ആഴ്ച നിൽക്കാനുള്ള ഒരു വോട്ടായിട്ട് സാബുമാന് വരാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. ഇന്ന് നോമിനേഷനിൽ ജിഷിനെ പറഞ്ഞതൊന്നും ഒരു വോട്ട് ബാങ്ക് തിരിയാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല സാബുമാന്. അൺടിൽ അൺലെസ് സാബുമാൻ അതിനകത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ സാബുമാൻ എന്ന് പറഞ്ഞ ഒരു ബെയ്റ്റ്, ഒരു ഇരയനെ ഇട്ടിട്ട് മുകളിലിരിക്കുന്ന വലിയ അത്യാവശ്യം വോട്ട് കയറാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി അനുമോൾ അത്ര വോട്ട് വരാത്ത ആളുകളെ മാസീവായിട്ട് വേണമെങ്കിൽ സാബുമാനെ വോട്ടിട്ട് സാബുമാനെ മുകളിൽ കയറ്റി ബാക്കിയുള്ളവർ അടിയിലിട്ടിട്ട് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് താഴെ പോകാനുള്ള ഗെയിം വേണമെങ്കിൽ പുറത്തുനിന്ന് കളിക്കും. കഴിഞ്ഞ ആഴ്ച അങ്ങനെ കളി നടന്നു എന്നുള്ള ഡൗട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഗതി വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, മേ ബി അത് കണക്റ്റ് ആവുന്നവർക്ക് എന്താണെങ്കിലും കണക്റ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോമിനേഷൻസ് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഈ പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മിറാജ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജീത്തു ജോസഫ്, നമ്മൾ അർജുൻ, ആസിഫ് അലി, അപർണ, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതിൽ അർജുൻ്റെ വരവ് തന്നെയാണ് ഹൈലൈറ്റ്. ആസിഫ് അലി വന്നതിനേക്കാൾ ഹൈലൈറ്റ് അവിടെ അർജുൻ്റെ വരവാണ്. ബിക്കോസ് സീസൺ 6 അന്യായ ഫാൻ ഫോളോയിങ് ആണ് അർജുനുള്ളതെന്നുള്ളത് ഇപ്പോഴും. അർജുൻ്റെ ഒരു വോട്ട് ബാങ്ക് അർജുൻ്റെ ഒരു എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ടാഗ് വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കാണുന്നതാണ്. പടം എന്താണെങ്കിലും ഇറങ്ങി, അത്ര എന്താ പറയുക വലിയ ഹൈപ്പുള്ള, ഞാൻ ആ റിവ്യൂ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ പ്രൊമോഷനാണ് അവർക്കിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യാൻ. ഞാൻ ഈ ഒനീലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ പല സമയങ്ങളിലായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞതിലൊരു പേരാണ് ജീത്തു ജോസഫ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക്, എൻ്റെ ഒരു കോൺസ്പിറസിയൊക്കെ വെച്ചിട്ട് ഞാൻ പലതും ചിന്തിച്ചെടുത്ത് ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ പോയിട്ട് നിൽക്കട്ടെ, അതൊന്നും പിന്നെ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല. എന്താണെങ്കിലും അവർ പടമായിട്ട് വന്നു. ദ മെയിൻ പോയിന്റ് വാസ് അർജുനാണ് അതിലെ ഏറ്റവും വലിയ എന്താ പറയുക ചാം എന്ന് പറയുന്നത്. എന്താണെങ്കിലും അർജുൻ വന്നു, അർജുൻ ബാക്ക് ടു ആ ഹൗസ് കയറി, കണ്ടതിൽ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളെ സീസണിനകത്ത് ഞാൻ തന്നെ അർജുനോട് പറഞ്ഞിട്ടുണ്ട്, അർജുൻ നീ എന്തായാലും കയറും എന്നുള്ളത്. അതെന്താണെങ്കിൽ അതുപോലെ നടന്നത്. ഞാനന്ന് വെറുതെ പറയുകയാണെങ്കിലും സംഗതി എക്കനടിച്ച്. പിന്നെ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത സമയത്ത് അർജുൻ ബാക്കിൽ കൊമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ജിഷിന്. സോ അർജുൻ വീടിനകത്ത് കയറുമ്പോൾ ആ അർജുൻ തന്നെയാണ്, വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ വേറൊരു അർജുനാന്നുള്ളത് കുറച്ച് കാലമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്. എന്തായാലും അതിനകത്തോൻ ആ അർജുനായി നിന്നല്ലോ. ദാറ്റ്സ് ഓക്കെ നൗ. അത് കാണാൻ പറ്റിയതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട്. കാരണം ആ കൊമ്പ് വെച്ചതിൽ ബിഗ് ബോസ് ഹൗസിന് അകത്തുള്ള അർജുൻ അകത്ത് കയറുമ്പോൾ അർജുനായിട്ട് നിന്നത് കണ്ടതിൽ സന്തോഷം. എന്താണെങ്കിലും അതൊരു നൈസ് സ്കീമാണ്. കാരണം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ ഓരോരോ സ്വപ്നങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതെന്താണെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് ഇന്ന് അവർ കയറിയതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ വീണ്ടും ക്ലൂ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് പറയണം. നമ്മളെ ആസിഫ് അലി കയറിയപ്പോൾ തന്നെ കണ്ണടച്ച് കിടക്കുന്നത് കണ്ട് അനീഷിനൊരു സാധനം, അതായത് 2-3 വട്ടം ഈ പറഞ്ഞ ആസിഫ് അലി അവിടെ പറയാതെ തന്നെ പറഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ്. ഞങ്ങളൊക്കെ ഷോ കാണുന്നവരാണ്, ഇവിടെ പല ആളുകളും ഭയങ്കര ഫേമസ് ആണ്, പല ആളുകളുടെ ഡയലോഗും ഭയങ്കര ഫേമസ്. അനീഷ് കുറുക്കനുമാണ്. ഇനി അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഡയലോഗ് മാത്രമാണ് ആസിഫ് അലി പറഞ്ഞത്. ഓക്കെ, അത് വെച്ച് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പിടിക്കാം എന്താണ് പുറത്ത് നടക്കണേ, അനീഷ് എത്രത്തോളം വളർന്നു എന്നുള്ളതൊക്കെ വേണമെങ്കിൽ വീട്ടുകാർക്കും പിടിക്കാം, അനീഷും സ്വയം മനസ്സിലാക്കാം. അതിനൊരു കൃത്യമായ സാധനമാണ് ആസിഫ് അലീൻ്റെ വായന പോയിട്ടുള്ളത്. പിന്നെ അഗെയിൻ അവിടെ ടീമുകളായിട്ട് തിരിച്ചു. അതിൽ തന്നെ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് ആദിലേനെ നോമിനേറ്റ് ചെയ്ത് ചൊറി മേടിച്ചിരിക്കുകയാണ്. ആദിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം അനീഷിൻ്റെ പിന്നാലെ പോയി തോണ്ടി വെറുതെ ചുമ്മാ അതിലെ രസത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് ഈ അനീഷിനോടുള്ളൊരു സോഫ്റ്റ് കോർണർ, അല്ലെങ്കിൽ ആ അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ ഒരു ഗെയിമറിനോടുള്ളൊരു സ്പെഷ്യൽ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തമാശയ്ക്കാണെങ്കിൽ പോലും ആദില ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആദിലേക്ക് ഇതൊരു അൾട്രാ പ്രോമാക്സ് നെഗറ്റീവ് ലെവലിലേക്ക് ഈ സാധനം പോകും. ഓക്കെ, ആ രീതിയിൽ ഇത് കത്തും. അത് അറിഞ്ഞിട്ട് തന്നെ മാനേജ് കളിക്കണോ ആദിലാന്ന് വരെ എനിക്ക് ചില സമയത്ത് സംശയം തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും വെസലിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയും ജിഷിൻ എഗെയിൻ നോൺ വെജ് എന്ന് പറഞ്ഞ സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. നോൺ വെജ് പാത്രങ്ങൾ കഴുകാൻ ജിഷിൻ റെഡിയല്ല. ഇതൊക്കെ ഇത്രയും സീനാവണോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം ഒരു ടീമിനകത്ത് 4 പേരുണ്ട്. ഓക്കെ, 3 പേര് അപ്പോൾ ഗിസയിൽ അത് കേട്ടപ്പോൾ പറയുന്നത് ഞാനും കഴിക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, 2 പേർക്ക് നോൺ വെജ് വെച്ച പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ അടുത്ത 2 പേര് വെജ് വെച്ച പാത്രങ്ങൾ കഴുകണം. അല്ലെങ്കിൽ വെജ് വെക്കുന്ന ദിവസം എല്ലാവരും കഴുകണം. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു പരിപാടി മാത്രമാണത്. അല്ലാതെ അതിലേക്കൊരു കോണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര എസ്കലേറ്റ് ആയി പോകുന്നത്. ഓക്കെ, ആ ഒരു സാധനത്തിൻ്റെ പേരിൽ നിന്ന് അവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
അനീഷും ജിഷിനും അങ്ങനെ 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 കടന്ന് കുറേ വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോലും ഒരു ചെറിയ കാര്യത്തിന് പോലും അവിടെ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്കീമിലേക്ക് ആരും പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഇതിങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണം അടിച്ച് പൊളിച്ച് പഞ്ചറാക്കാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയാണ് പലരും അവിടെ നടക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ടാസ്കുകളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം അക്ബറിൻ്റെ വക മറ്റേ പക്ഷി ടാസ്ക് വന്നിട്ടുള്ളത്. പക്ഷി ടാസ്കിൽ അവസാനം ഗിസയിലും ജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവാർഡുകളാണ്. അവാർഡുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആര്യന് ആകെ ഒരു അവാർഡേ കിട്ടുള്ളൂ. ആർക്കും ഇനിയിപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം വേറെ അവാർഡ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടുള്ള ഒരൊറ്റ അവാർഡ് മാത്രമാണ് ആര്യന് കിട്ടിയത്. എൻ്റെ ശ്രദ്ധയിൽ അത് മാത്രമേ പെട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ വെറുത്തിട്ട് ഓടിച്ചിട്ട് കണ്ടത്. കാരണം ഒന്നുമില്ല ഇതിനകത്ത്. സംഗതി അവർക്ക് തന്നെ പരസ്പരം പല കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ലക്ഷ്മിക്ക് കിട്ടിയ അവാർഡ്, അതുപോലെ അനീഷിന് കിട്ടിയ ചില അവാർഡുകൾ, പിന്നെ ഷാനവാസിന് കിട്ടിയ ചില അവാർഡുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വീട്ടുകാർക്ക് തന്നെ പരസ്പരം ഒരു ധാരണ ഉണ്ട് ഏകദേശം എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. ഏറെക്കുറെ ഒരു ധാരണയൊക്കെ അവർ തമ്മിലുള്ളത് കൊണ്ട് അവാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്തു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെങ്കിലും അങ്ങനെ കുറേ അവാർഡുകളുടെ ഒരു ഇതൊക്കെ എന്താ പരിപാടി നിൽക്കുക. ഇതുകൊണ്ടൊന്നും അവിടെ ഒന്നും ആരും ട്രിഗർ ആവുന്നില്ല. അതാ രസം. ഇവിടെ ഒന്നും ആരും സാധാരണ രീതിയിലൊരു നോർമൽ സീസണിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ആരെങ്കിലും 1-2 ആൾക്കാർ ട്രിഗർ ആവും. അതെന്താ എനിക്ക് എല്ലാവരും കൂടി അങ്ങനെ ഒരു അവാർഡ് തന്നെ, ഞാൻ അങ്ങനെ ഒരു അവാർഡ് കിട്ടേണ്ട അർഹത ഉണ്ടോ എനിക്ക്, അല്ലെങ്കിൽ എനിക്കത് വെച്ച്, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സാധനങ്ങൾ ഇത് ഇവർക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ പിഴപ്പ് പറയണം, അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിൽ പോയിട്ട് അടി ഉണ്ടാക്കണം. ആ ഒരു കണ്ടന്റ് ലൈനിനകത്തുനിന്ന് ഇവർ പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. ബിഗ് ബോസിന് എത്ര തല കുത്തി മറിഞ്ഞ് ഇനി ഏതൊക്കെ രീതിയിലുള്ള കണ്ടന്റ് എടുത്തു കൊടുത്താലും ലാസ്റ്റ് പോയി നിൽക്കുന്നത് ഈ പഴപ്പ് വർത്താനത്തിൻ്റെ മുകളിൽ ഭക്ഷണത്തിനും കിച്ചണിലുള്ള അടിയുമ്പോൾ തന്നെ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ കട്ടപ്പ ആളുകളെ കണ്ട സീസൺ ഇതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പരസ്പരം വ്യക്തിപരമായിട്ട് പല മോശമായിട്ടുള്ള സാധനങ്ങൾ ആരോപിച്ചും ഇതൊക്കെ കണ്ടത് ഈ സീസണിലാണ്. അല്ലാതെ ടാസ്കിൻ്റെ മുകളിൽ ഒരു ടാസ്ക് ബേസ്ഡ് ഒരു അടിയോ അല്ലെങ്കിൽ ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം പൊട്ടിയത് ഒരു സീസൺ ഇതല്ല. അങ്ങനെ ഒരു സാധനം വന്നിട്ടേ വളരെ കുറവാണ്. മനസ്സിലായോ? വളരെ കുറവാണ്. എന്താണെങ്കിലും അങ്ങനെ ഇന്ന് കുറേ മറ്റേ ഇതൊക്കെ എടുത്ത് കൊടുത്തതിൽ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ജിഷിൻ്റെ ഐറ്റമാണ്. കാരണം ജിഷിന് കിട്ടിയത് പുറത്തിറങ്ങിയ ഒരു ലോണ് പോലും കിട്ടാത്തൊരു ആൾ വിടുന്നു എന്നുള്ളത് മാത്രമാണ് ജിഷിന് കിട്ടിയത്. അതൊരു നൈസ് സാധനമായിരുന്നു. ജിഷിന് അത് മേടിച്ച് വെച്ചിട്ട് ജിഷിന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ജിഷിനും പോയി. പിന്നെ എഗെയിൻ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ മറ്റേ സാധനത്തേക്ക് തന്നെയാണ് പോണത്. ആര്യൻ ഗിസൈൽ. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസിൽ കയറുന്നവരൊക്കെ അത്യാവശ്യം കുറച്ച് സീസൺസൊക്കെ കാണുമല്ലോ. അല്ലാതെ അല്ലെങ്കിൽ റീസെൻ്റ്ലി കഴിഞ്ഞ സീസൺ അടക്കം എന്തെങ്കിലും ഒന്ന് കാണാതെ അവർ കയറാൻ ചാൻസ് ഇല്ലല്ലോ. അത്യാവശ്യം ഓടിച്ചു വിട്ടെങ്കിലും കണ്ടു കാണും. അപ്പം അതിനകത്ത് ഇങ്ങനത്തെ കോമ്പോസ്, അൺഡിഫൈൻഡ് കോമ്പോസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനത്തെ കോമ്പോസിന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസി. ഓക്കെ, റിജക്ഷൻ ഒരുപാട് വരാറുണ്ട്, ഹെയ്റ്റ് വരാറുണ്ട്. പക്ഷേ വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ആക്സെപ്റ്റൻസി, അത് ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ, അത് ആളുകൾക്ക് കിട്ടിത്തുടങ്ങിയ, അത് വേറെ രീതിയിൽ കത്തുന്നുള്ളത് എല്ലാവർക്കും ആ വീട്ടിനകത്ത് അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എഗെയിൻ ആര്യൻ ഗിസൈലിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡോസൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. പിന്നെ എഗെയിൻ ആ വീടിനകത്ത് ആദിലയുടെ കുസൃതികൾ. ആദില ഹെയ്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ കുസൃതികൾ കാണിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ മുഖത്ത് പോയിട്ട് മറ്റേ ഷേവിങ് ഫോം എന്തോ സാധനം ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റെ മുഖത്തോട്ട് ഒഴിക്കുന്നു. അതിനിടയിൽ ബിന്നി പോയിട്ട് പാലൊളിപ്പിച്ച് വെക്കുന്നു. ഒരു ക്യാപ്റ്റൻ്റെ രോധനം, കിച്ചൺ ക്യാപ്റ്റൻ്റെ രോധനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങൾ വരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് എന്താണെന്ന് അറിയുമോ? അതിൽ ആരുടെയെങ്കിലും മുഖത്ത് വിട്ട് ഈ സാധനം ഒഴിക്കാൻ നേരത്തെ കഴിഞ്ഞ വട്ടം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജിൻഡോ ഞങ്ങൾ ഇതേപോലെ രാത്രി പ്രേതമായിട്ട് പേടിപ്പിക്കാനെങ്ങാണ്ട് പോയിട്ട് നന്ദനയാവുന്നുണ്ട് ആരോ പോയി അവിടെ നിന്ന സമയത്ത് ജിൻഡോ കാലുകൊണ്ട് കൈകൊണ്ട് 2 ചവിട്ട്. ജിൻഡോയ്ക്ക് അറിയാം ഇതെന്തോ വരുന്നുണ്ട്. പിന്നെ ജിൻഡോയ്ക്ക് മനസ്സിലായത് 2 കൊതറിലൊരു ചവിട്ടൊക്കെ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തെറിച്ചാണ് പോകും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ആരെങ്കിലും ഇത് കാണുന്ന വഴിക്കുന്ന ഒരു പണി കൊടുത്താലോ, ഉറക്കത്തിലാകുമ്പോൾ പിന്നെ അത് അറിയില്ലല്ലോ പറഞ്ഞാൽ പണിയും കൊടുത്തത് നാളെ വലിയ അടിയും കണ്ടന്റ് പോകും. അത് വേറെ വലിയ സീനും പോകും.
ഇത് ഈ പോക്ക് പോണത് അങ്ങനെ എന്തെങ്കിലും പോക്കിലേക്കാണ് തോന്നുന്നു എനിക്ക്. എന്താണെങ്കിലും മനഃപൂർവ്വം ഞാൻ അങ്ങോട്ട് ഇനി എത്രത്തോളം അങ്ങോട്ട് കച്ചറ ഉണ്ടാക്കി മാറി ഞാൻ ഹെയ്റ്റ് വാങ്ങും, ഞാനത് വാങ്ങി കൂട്ടുന്നുള്ള നിലയ്ക്കാണ് ആതിരയുടെ ഇറങ്ങി പുറപ്പാട്. അത് ഇനി എവിടെ എത്തും എന്നുള്ളത് നമുക്ക് എന്താണ് ഈ ആഴ്ച കണ്ടറിയണം. വോട്ടിൽ അത് റിഫ്ലക്റ്റ് ആവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കമ്മിങ് ഡേയ്സിൽ എന്താണെങ്കിലും ഗിസേൽ ആൻഡ് ആര്യൻ ബിന്നി തുടങ്ങി വെച്ച കുത്തിത്തിരിപ്പ് എവിടെ വരെ എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.